ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ ഇന്ന് രാവിലെ ഒരു ചേച്ചി വീട്ടിൽ കൊണ്ടുവന്നതാണേ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഫ്രഷ് ചീരയായിരുന്നു അന്നേരം. പിന്നെ അത് കൂടാതെ നല്ല ലീവ്സൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല തണ്ടുകളൊക്കെ ഇതുപോലത്തെ തണ്ടുകളൊക്കെ ഇവർ ചുറ്റിനും കവർ ചെയ്ത രീതിക്കാണ് വെച്ചിരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയപ്പോഴുമാണ് ഞാൻ വിചാരിച്ചത്ര നല്ലതല്ല എന്നെനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒത്തിരി അഴുക്കും ഒക്കെ ഉണ്ട് കേട്ടോ, ചെളിയും. ഇനി ഇവർ നനയ്ക്കുമ്പോൾ ചെളി തെറിക്കുന്നതായിരിക്കാം ചിലപ്പോൾ. ഇത് കണ്ടോ, ഭയങ്കര അഴുക്കുണ്ടേ. അത് നമുക്ക് കഴുകിയെടുക്കാം, ഓക്കെ. പക്ഷേ ഇതൊക്കെ എത്രമാത്രം കഴുകിയെടുത്താൽ പോവും എന്നെനിക്കറിയില്ല. ഇത് കണ്ടോ. പിന്നെ അത് കൂടാതെ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു തണ്ടുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിക്കുള്ള തണ്ടുകളാണ്. ഇത് കണ്ടോ, ഈ ലീവ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, മുഴുവൻ മോശമാണ്. നഷ്ടമായി പോയോ എന്നൊരു സംശയം. ചീരത്തോരനോടുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചു പോയതാണേ. പക്ഷേ എനിക്കറിയില്ല, ഈ കൂടുതൽ പുഴുക്കുത്തും കാര്യങ്ങളുള്ളതൊക്കെ കെമിക്കൽ അടിക്കാതെ വരുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെയാവാം ചിലപ്പോൾ. എന്തായാലും പറ്റിയത് പറ്റി, ഇനി ശ്രദ്ധിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ചീര ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ആകെ ഇത്രയുമാണ് കേട്ടോ. ഇത്രയും ചീരയാണ് നമുക്ക് നല്ല ലീവ്സ് കിട്ടിയിരിക്കുന്നത്. ഇതിലും കഴുകിയെടുക്കാൻ പറ്റും എന്ന് തോന്നിയതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ കഴുകിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. തണ്ടുകൾ ഇത്രയും തണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും തണ്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും കുറച്ച് ലീഫ് മാത്രം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു തണ്ടുകളൊക്കെ കണ്ടോ, കുഞ്ഞു കുഞ്ഞ് ഇതിലുണ്ടായിരുന്ന ചീര ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ലീവ്സ് എല്ലാം കളയേണ്ടി വന്നു. നമുക്ക് വേസ്റ്റായിട്ട് പോയിരിക്കുന്നത് ഇത്രയേ ഉണ്ട് കേട്ടോ. ഇത് തീരെ എടുക്കാൻ പറ്റത്തില്ല. പുഴുക്കുത്തും അഴുക്കും അങ്ങനെ ഒത്തിരി മോശമായിട്ടുള്ള ലീവ്സാണ് ഞാനിപ്പോൾ വേസ്റ്റായിട്ട് ഇവിടെ കളഞ്ഞിരിക്കുന്നത്. പോട്ടെ, സാരമില്ല. ആ ചേച്ചിയോട് ഞാൻ പാലക് ചീര ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അടുത്ത ദിവസം കൊണ്ടുതരാൻ മോളേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആവുമോ എന്തോ. എന്തായാലും കുറച്ച് നേരം കുറച്ച് വെള്ളത്തിൽ നമുക്ക് വെച്ച് നോക്കാം. കൊറോണ കാലത്ത് തുടങ്ങിയ ശീലം, ഉപ്പും മഞ്ഞൾപ്പൊടിയും അതും കൂടി ഇട്ട് നോക്കാം. കുറച്ച് നേരം നമുക്കൊന്ന് വെള്ളത്തിൽ ഇതുപോലെ വെച്ചിട്ട് നോക്കാം. ശരിയായി കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ, എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.